ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഐറ്റം എന്ന് പറയുന്ന ഒരു പഞ്ചാബി ഡിഷാണ് കേട്ടോ. നമുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും മീനും ഒന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അല്ലേ. എന്നാൽ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്നൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതാണ് നമ്മുടെ രാജ്മ കറി. ഒരുപക്ഷെ ഈ കറി ഇന്ന് ഒരുപാട് ആൾക്കാർ വീട്ടിലുണ്ടാക്കുന്നുണ്ടാവും. കാര്യം യൂട്യൂബൊക്കെ വന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുന്ന പല സ്ഥലത്തെ ഡിഷുകളൊക്കെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഒത്തു വരുന്നുണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യൻസ് ആയാലും ദോശ ഇഡലിയൊക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അവരും ഉണ്ടാക്കാറുണ്ട്. നമ്മൾ നേരെ തിരിച്ചും അവരുടെ ഫുഡുകൾ നമ്മളും വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെ ഒരു നല്ലൊരു മിക്സപ്പ് തന്നെ ഇപ്പം നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇതുവരെ ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യാത്തവർക്കായിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. പ്രിപ്പറേഷന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ രാജ്മ പയറിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടി ഞാനൊന്ന് പറയുകയാണ്. അപ്പം രാജ്മ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ കിഡ്നി ബീൻ എന്നാണ് പറയുന്നത്. കാര്യം കിഡ്നിയുടെ ആകൃതിയിലുള്ള ഈ പയർ നമുക്ക് കറുപ്പ്, ചുവപ്പ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് നിറത്തിലൊക്കെ ലഭ്യമാണ്. ഇതിൽ ധാരാളം ഡയറ്ററി ഫൈബേഴ്സും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൂടാണ്ട് ഫോളിക് ആസിഡ്, കാൽസ്യം, പൊട്ടാസ്യം, പിന്നെന്താണ് മഗ്നീഷ്യം, ഇവയൊക്കെ ഇതിലുണ്ട്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ല ഫുഡാണ് നമ്മുടെ രാജ്മ പയർ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇതിന് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫുഡ് കഴിക്കുമ്പം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എത്രത്തോളം കൂടുമെന്നതിൻ്റെ ഒരു തോതാണ് ശരിക്കും ഗ്ലൈസമിക് ഇൻഡെക്സ് കാണിക്കുന്നത്. അപ്പം കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൻ്റെ ഷുഗറിൻ്റെ അളവിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു ഫുഡാണ് നമ്മുടെ രാജ്മ പയർ. അതുപോലെ തന്നെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും എല്ലിൻ്റെയും സന്ധികളുടെയൊക്കെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഒക്കെ വളരെ നല്ലൊരു ഫുഡ് ഐറ്റമാണ് നമ്മുടെ രാജ്മ പയർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബികൾ ഇത് കഴിക്കുന്നത് രാജ്മ നമ്മൾ ചാവൽ റൈസിൻ്റെ കൂടെയാണ് അവർ കൂടുതലും ഇത് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ നമുക്കിത് നല്ല ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും നല്ല ഒരു ഒരു ഡിഷ് അല്ലെങ്കിൽ ഒരു കറിയാണ് രാജ്മ കറി. അപ്പോൾ ഇത് നമുക്ക് പ്രമേഹ രോഗികളായവർക്ക് ചപ്പാത്തികളുടെ കൂടെയും അതല്ലാത്തവർക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഏകദേശം 1 കപ്പ് രാജ്മയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 8-10 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് അതിനുശേഷം വെള്ളം ചേർത്ത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മുടെ രാജ്മയുടെ മുകളിൽ ഫിംഗറിൻ്റെ ഫസ്റ്റ് ജോയിൻറ്റ് വരെ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം. അതിനുശേഷം കുക്കറിൽ വെച്ച് വേവിക്കുക. ഒരു വിസിൽ വന്നു കഴിഞ്ഞ് ഫ്ലെയിം സിമ്മിൽ വെച്ച് 12 മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. ഈ സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി റെഡിയാക്കേണ്ടതുണ്ട്. 1 കപ്പ് രാജ്മയ്ക്ക് 3 മീഡിയം സൈസ്ഡ് സവാള, 3 മീഡിയം സൈസ്ഡ് ടൊമാറ്റോ, 2 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി കോംസും, പിന്നെ ഇഞ്ചി ഒരു കൈയുടെ വലിപ്പത്തിൽ ഒരു ചെറിയ വിരലിൻ്റെ ഇതിലുള്ള ഇഞ്ചിയുടെ കഷ്ണവുമാണ് നമ്മൾ എടുക്കേണ്ടത്. മുകളിൽ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്ലൈസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഉള്ളിനെ നമ്മളൊരു സെപ്പറേറ്റ് പാത്രത്തിലെടുത്ത് വെക്കുന്നു, ടൊമാറ്റോനെ സെപ്പറേറ്റ് പാത്രത്തിലെടുത്ത് വെക്കുന്നു, പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു സെപ്പറേറ്റ് പ്ലേറ്റിനകത്തായിട്ട് എടുത്ത് വെക്കുന്നു. ഇത് ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നേരത്തെ മുകളിൽ പറഞ്ഞ പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. നമ്മൾ എടുക്കുന്ന ഉള്ളിയുടെ അളവനുസരിച്ചിട്ട് ഉള്ളി വഴരാൻ ആവശ്യമായിട്ടുള്ള എണ്ണ എടുത്തിട്ടാണ് നമ്മൾ ഇത് വഴറ്റേണ്ടത്. ഇത് ഒരു ഉള്ളി ട്രാൻസ്ലൂസൻ്റ് ആകുന്നിട വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് ഉള്ളി കുറച്ച് ട്രാൻസ്ലൂസൻ്റ് ആയി കഴിയുമ്പോഴത്തേനും ഫ്ലെയിം ഒന്ന് മീഡിയം ഇതിലേക്ക് മാറ്റിയിട്ട് അതിനെ പതുക്കെ വഴറ്റിയെടുക്കുക. ഉള്ളി വഴറ്റിയെടുക്കുന്നതിലാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പണി. അപ്പം എത്രത്തോളം നന്നായിട്ട് ഉള്ളിയും മറ്റ് ഇൻഗ്രീഡിയൻസും വഴന്നു വരുന്നു അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരുന്നത്.
ഇനി ഞാൻ പറയാം ഞാൻ എന്തിനാണ് ഇത്ര കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തതെന്ന്. ഇതിൻ്റെ ബേസ് മസാല ഉണ്ടാക്കുന്നതാണ് ഇതിലെ ഏറ്റവും പരിശ്രമമുള്ള ജോലി. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ബേസ് മസാല എന്ന് പറയുന്നത്. അപ്പം ഈ ബേസ് മസാല എന്ന് പറയുന്നതാണ് നമ്മുടെ ചണ മസാല. ചണ മസാല എന്ന് പറഞ്ഞാൽ വെളുത്ത കടലക്കറി, അതിൻ്റെ മസാലക്കറി, അല്ലെങ്കിൽ പനീർ ഗ്രീൻ പീസിൻ്റെ കറി, അല്ലെങ്കിൽ കോഫ്ത, ബട്ടർ ചിക്കൻ തുടങ്ങിയവയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മസാലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ബേസ് മസാല കൂടുതൽ ഉണ്ടാക്കി വെച്ചാലുള്ളൊരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഉണ്ടാക്കിയിട്ട് വൃത്തിയുള്ള അല്ലെങ്കിൽ ഈർപ്പം ഇല്ലാത്ത ഒരു കണ്ടെയ്നറിലെടുത്ത് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡിഷുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഈ ബേസ് മസാല ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് കേടുകൂടാതെ ഫ്രിഡ്ജിലെടുക്കും. എപ്പോഴാണോ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് ആ സമയത്ത് നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു 3-4 സ്പൂണ് നമ്മൾ അതിപ്പോൾ ഞാൻ പ്രൊസീജിയർ കാണിക്കുന്നുണ്ട്, 3-4 സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കുക. അപ്പോൾ ഈ ബേസ് മസാല ഉണ്ടാക്കുന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസിയാണ്. അപ്പോൾ ഇതാണ് ഞാനൊരു ട്രിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മസാലയെ നമ്മൾ കുറച്ച് കൂടുതലുണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഉള്ളി നന്നായിട്ട് വഴണ്ട് ഒരു ബ്രൗണിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ എണ്ണ പോകാനായി ചീനിച്ചട്ടിയിൽ ഇതേപോലെ 10 മിനിറ്റ് വെക്കാം. അതിനുശേഷം മിക്സിയുടെ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിനെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്ത് ഫ്ലെയിം കട്ട് ചെയ്ത് അത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേനും ഫ്ലെയിം കട്ട് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കുക. ഈ തണുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉള്ളി ഇട്ട് വെച്ച മിക്സിയുടെ ബൗളിലേക്ക് ഈ വഴറ്റിയ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ശകലം പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ ബേസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല കണ്ടെയ്നറിലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി നമ്മൾ കുക്കിങ്ങിൻ്റെ ഫൈനൽ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഒരു ചീനിച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ബേ ലീവ്സ്, 2 ചെറിയ പീസ് കറുവാപ്പട്ട, 1 വലിയ ഇലാച്ചി ഇത് ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. വഴറ്റിയ ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ച ബേസ് മസാലയിൽ നിന്ന് 3-4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മീഡിയം സിം ഫ്ലെയിമിൽ നന്നായിട്ട് 2 മിനിറ്റ് വഴറ്റുക. വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുക. മസാലയുടെ ആ ഒരു പച്ച മണമൊക്കെ പോകുന്നിടം വരെ അതിനെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മസാല അരച്ചെടുത്തിട്ടുള്ള ബേസ് മസാല അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ബൗളിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ച രാജ്മ കൂടി ഇതിലൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇതിലേക്ക് ചേർക്കാനുള്ള കസ്തൂരി മേത്തി, അതായത് നമ്മുടെ ഉലുവയുടെ ഉണക്കിയ ഇലയും മല്ലിയിലയും ഒന്ന് റെഡിയാക്കി വെക്കാം. മല്ലിയില കഴുകി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. ഈ നന്നായിട്ട് തിളച്ച കറിയിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കസ്തൂരി മേത്തി, പിന്നെ ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയുടെ 1/4 ഭാഗത്തോളം ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം കട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ പഞ്ചാബി സ്റ്റൈൽ രാജ്മ കറി റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് എടുത്ത് ബാക്കി വെച്ച കൊറിയാൻഡർ ലീവ്സ് കൊണ്ട് ഗാർണിഷ് ചെയ്യാം. ഇത് നമ്മൾ ഈ കറി നമ്മൾ പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ബാസ്മതി റൈസിൻ്റെ കൂടി ഒരു അടിപൊളി സാധനമാണിത്. അപ്പോൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ചരിയോ ബാസ്മതി റൈസും ഉണ്ടാക്കിയിട്ട് രാജ്മ കറിയും കൂടെ കൂട്ടിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായമൊക്കെ എന്നോട് പറയുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റുകളും ഇടുക. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇടുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഇനിയും കാണും വരെ ബൈ ബൈ.